Watch India's largest kids library only on Jio Hotstar. Download the app now. ഓ ഇത് കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. സന്തോഷമായി. എല്ലാരും കേട്ടോളി, എന്റെ പേരാണ് രാജാക്കോട്ടെ. എന്റെ തൊഴിലേ വലിയ ആൾക്കാർക്ക് പാര വെക്കുന്നതാ. ഡോൺ മൈൻഡ്. വീട്ടിൽ ചെന്നിട്ട് സ്വർണം, പണം, വൈഡൂര്യം ഇതെല്ലാം എടുത്തോണ്ട് ഇങ്ങോട്ട് വാ പ്ലീസ്. ആവൂ. താങ്ക് യു. വെരി മച്ച്. ബൈ ബൈ. നീ എത്ര നന്നായിട്ട് ഓടക്കുഴൽ വായിച്ചത്. നിൽക്കൂ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഞാൻ എപ്പോഴും ഓടക്കുഴൽ വായിച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. നന്ദി. എന്ത് നല്ല മനുഷ്യനാ. എത്ര നല്ല സ്വഭാവമാ ഇവന്. നമ്മളോട് ഒന്നും ചോദിക്കാതെ വെറുതെ ഓടക്കുഴൽ വായിച്ച് സന്തോഷിപ്പിച്ചു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ളവരെ കാണാനേ പറ്റില്ല. എന്തായാലും അദ്ദേഹം ഇല്ലാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഇവന്റെ ഒപ്പം നിന്ന് അദ്ദേഹം രാഗം ആലപിക്കാൻ തുടങ്ങിയനെ. ഞാൻ എന്താ ചെയ്യൂ? ഇന്നലെ ബാങ്കിൽ നിന്ന് ഒരുപാട് ക്യാഷ് എടുത്തതാണ്. അതും ഒരു ഇമ്പോർട്ടന്റ് കാര്യത്തിന് വേണ്ടി. ഇപ്പോ അതൊന്നും കാണുന്നില്ല. അയ്യോ, ഞാൻ എന്താ ചെയ്യൂ? എന്റെ വീട്ടിൽ നിന്ന് എല്ലാം മോഷണം പോയി. എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചെന്ന്. നമ്മളെല്ലാവരും ഒന്നിച്ച് ഇവിടെയല്ലേ ഉണ്ടായത്. എന്ത് പറ്റും മുത്തശ്ശി? എന്താ എല്ലാരും ഇങ്ങനെ ടെൻഷനായിരിക്കുന്നത്? ശിവ, ഒരാള് നല്ല മാതിരി ഓടക്കുഴൽ ഇവിടെ വായിച്ചിരുന്നു. അത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരം പുറത്തേക്ക് വന്നു. അവൻ പോയ ശേഷം ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിനകത്തേക്ക് കേറിയപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ളതെല്ലാം മോഷണം പോയി മോനെ. ചിലപ്പോ ആ ഓടക്കുഴൽ വായിക്കുന്ന ആളുടെ കൂടെ വേറെ ആരെങ്കിലും മോഷ്ടിച്ചതാണെങ്കിലോ? രവ, നീ പറഞ്ഞത് ശരിയാണ്. ഇവരാ ഓടക്കുഴലിൽ നിന്ന് വന്ന ഗാനം ആസ്വദിക്കുമ്പോൾ ആരോ വന്ന് മോഷ്ടിച്ചോണ്ട് പോയി. മുത്തശ്ശി, ആ പൈപ്പർ വന്നിട്ട് എത്ര നേരമായി? കുറച്ചു നേരം മുമ്പ് വന്നിട്ട് ഈ വഴിക്ക് ഇപ്പൊ പോയേ. കം ഓൺ ഫ്രണ്ട്സ്. ആദി, രവ, യൂഡി, ആ പൈപ്പർ കാറിൽ ഈ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചോക്കിന്റെ അടുത്തായിട്ട് ഹൈവേക്ക് നേരെ.
എന്തോന്നാടേ ഇങ്ങനെ വഴി തടഞ്ഞു നിൽക്കുന്നേ? എനിക്ക് നിങ്ങളുടെ കാർ ഒന്ന് പരിശോധിക്കണം. ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ മോഷണം പോയി. അത് നിങ്ങൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ അങ്കിൾ ഓടക്കുഴൽ വായിക്കുമ്പോൾ നിങ്ങൾ പോയി മോഷ്ടിച്ചിരിക്കുന്നു. ആവൂ, പ്രായത്തിൽ കഴിഞ്ഞതിനേക്കാളും കൂടുതൽ ബുദ്ധിയാണല്ലോടെ നിനക്ക്. നീ കുട്ടികളോടൊപ്പം പോയി കളിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നിന്റെ അടിച്ച് നിന്റെ പരിപ്പിളക്കി കളയും ഞാൻ. ആ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഡേയ്, യുടി, ഇന്ന വേഗത പിടിച്ചോ. ആവൂ, എന്റെ പേരാണ് രാജാക്കോട്ടെ. എന്റെ തൊഴിലേ വലിയവർക്ക് പാര വയ്ക്കുന്നതാ. വാ, നീയേ ഒരു കാന്താരിയാണ് കുട്ടി. ഞാനിവിടെ അടിമേടിച്ച് കിടക്കുമ്പോ നീ അവിടെ മിരിച്ചു നോക്കണ. വായിക്കട വേഗം. എന്റെ മുതല് കിട്ടി. എടാ, വായിച്ചോണ്ടിരിക്കാതെ വേഗം വണ്ടി വിടാൻ നോക്കണ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവന്മാരെന്നും കൂടെ നമുക്ക് വാങ്ങിക്കേണ്ടി വരും. എന്താടാ ഇത്, നടുറോട്ടിരുന്ന് കുത്തിയിരുന്ന് ഉറങ്ങുന്നോ? ഇന്നത്തെ കോള് കൊള്ളാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ അത് അങ്ങനെ. ലഡ്ഡു സിംഗ് സാർ, ജനങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മോഷണം നടത്തുന്ന സ്ഥലത്ത് എപ്പോഴും ഒരു പൈറ്റ് പൈപ്പർ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഈ പൈറ്റ് പൈപ്പർ ആണോ യഥാർത്ഥത്തിൽ മോഷ്ടാവ്? ആരാണ് ഈ പൈറ്റ് പൈപ്പർ? അയാൾ എവിടെ നിന്നാണ് വന്നത്? ഇനി എവിടെയായിരിക്കും അയാൾ മോഷ്ടിക്കാൻ പോകുന്നത്? ആർക്കും അറിയില്ല. പോലീസ് ഈ കാര്യത്തിൽ എന്ത് നടപടിയാണ് എടുത്തത്? പറയൂ. എന്റെ പരിധിയിൽ മോഷണമോ? ആ കള്ളന് അറിയില്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും, വെറുതെ മോഷ്ടിക്കല്ലേ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. അപ്പൊ തന്നെ അവൻ മോഷ്ടിക്കുന്നത് നിർത്തും. ഇത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മോഷണമാണ് നടന്നിരിക്കുന്നത്. ഒരു തവണ കൂടി ആ കള്ളൻ ഇങ്ങോട്ട് വന്നോട്ടെ, അവന്റെ കാര്യം പിടിക്കുന്നത് ഞാൻ ഏറ്റു. ഈ ഇൻസ്പെക്ടർ മഹാശല്യമാണ് സാറേ, എന്തെങ്കിലും ചെയ്യണം. ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കുറെ എലികൾ വന്നു. നാട്ടിലെ ഉള്ളവർക്കൊക്കെ ഈ എലികള് ഭയങ്കര ശല്യമായി തീർന്നു. ഞാൻ അപ്പൊ പോയി ഒരു ഓടക്കുഴലുമായിട്ട് വന്ന് നല്ലൊരു ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ എലികളും അതിൽ മയങ്ങി എന്റെ പുറകെ വരി വരിയായിട്ട് വരാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ആ എലികളെ എല്ലാം ഒരു വലിയ വെള്ളത്തിനകത്താക്കി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഓടക്കുഴൽ വായിക്കുകയാണെങ്കിൽ എലികളൊക്കെ അതിൽ മയങ്ങി നിന്ന് പോകത്രേ. എടാ പൊങ്ങച്ചക്കര, ഇത് നിന്റെ നാട്ടിൽ നടന്ന കഥയൊന്നും അല്ല. ഇത് ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റോറി ബുക്കിൽ വായിച്ച കഥയാ. അറിയോ? ആണോ? അപ്പൊ എന്റെ കഥ ഭയങ്കര പോപ്പുലർ ആയല്ലോ. സ്കൂളിലും പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് അറിയില്ലായിരുന്നു കേട്ടോ. അതി, ഇതൊരു ബാഡ് പൈപ്പറിന്റെ സ്റ്റോറിയാണ്. ഞാൻ ഇത് ഇത്രയും ആലോചിച്ചേ ഇല്ല. വേദനഗരത്തിൽ വന്നിരിക്കുന്ന പൈപ്പർ വായിക്കുമ്പോൾ അതിൽ ഹിപ്നോട്ടിക് പവർ ഉണ്ടെന്നാ തോന്നുന്നത്. ആ ശബ്ദം കേട്ടപ്പോൾ ഞാനും അബോധാവസ്ഥയിലാണ് അങ്ങനെ ഇരുന്നു പോയത്. ഞാൻ നോർമൽ ആയപ്പോൾ അവരവിടുന്ന് വണ്ടിയും കൊണ്ടുപോയി. നമുക്ക് ഇതിനെ കുറിച്ച് ലഡ്ഡു സിംഗ് സാറിനോട് പറഞ്ഞേ പറ്റൂ. ലെറ്റ്സ് ഗോ. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ ടിവിയിൽ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? ഞാൻ ടി.വി. ഓൺ ചെയ്തപ്പോ കണ്ടതുകൊണ്ടാണ് ഓടി ഇങ്ങോട്ട് വന്നത്. അതേതായാലും വളരെ നന്നായി, അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. ലഡ്ഡു സിംഗ് സാറേ, ഇനി നിങ്ങൾ തന്നെ പറ, ഓടക്കുഴൽ വായിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് മോഷ്ടിക്കുക? വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓടക്കുഴൽ വായിച്ചു കേൾപ്പിച്ചു തരാം. ഓടക്കുഴൽ ഊതേ? എന്റെ പേര് ലഡ്ഡു സിംഗ് എന്ന് വെറുതെ അല്ല ഫേമസ് ആയത് കേട്ടോ.
ഊത് ഊതാൻ ഞാനൊന്ന് നോക്കട്ടെ നീ നന്നായിട്ട് ഓടക്കുഴൽ ഊതുന്നുണ്ടോന്ന്. എടോ ഒന്ന് ഊത് ഊതാൻ. ലഡു സിംഗ് സാറേ, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? നിങ്ങൾ രണ്ടുപേരും ഡ്രസ് എവിടേക്ക് പോയി? അത് ചോദിക്കല്ലേ ശിവ. അവൻ ഓടക്കുള്ളിൽ ഊതുന്നത് കേട്ട് ഞാനും പേടാറാമും അതിലങ്ങ് ലയിച്ചു പോയി, എല്ലാം മറന്നുപോയി. ഞങ്ങൾക്ക് കുറച്ചു നേരത്തേക്ക് ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്റെ യൂണിഫോം ആ കള്ളൻ അടിച്ചോണ്ട് പോയി ശിവ. ശിവ, സാറിന് പറ്റിയൊരു അബദ്ധം കാരണം എന്റെ യൂണിഫോം ആ കള്ളൻ അടിച്ചോണ്ട് പോയിന്നേ. എനിക്ക് ഉറപ്പാണ് ഇത് അവന്റെ പരിപാടി തന്നെയാണ്. അവൻ ഇവിടുന്ന് പോയി എത്ര സമയമായി? അല്പസമയത്തിന് മുമ്പ് ഇവിടുന്ന് പോയേ ഉള്ളോ. ആ ചെറുക്കന്തോ വീണ്ടും പുറകിലൂടെ വരുന്ന, വേഗം വായിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ അവന്റെ ഇടി വാങ്ങിച്ചു പിടിക്കും. ഞാനാണ് രാജാക്കോട്ടെ. വലിയവർക്ക് പാര വെക്കലാണ് എന്റെ തൊഴില്. ഇന്ന് ശിവ വെള്ളത്തിൽ വീണ് തപ്പി മുങ്ങിച്ചാവും. ശിവ, ആ വഴിക്ക് പോകല്ലേ. നിർത്തി ശിവ, പോകല്ലേ, അപകടമാണ്. ശിവ, ശിവ, ശിവ. ഞാനിത് എങ്ങോട്ടാ പോകുന്നേ? ഹലോ ഫ്രണ്ട്സ്. വളരെ നന്നായി. കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഓടക്കുഴൽ വായിച്ച് അവര് നിന്നെ ഹിപ്നോട്ടിസ് ചെയ്തോന്നാണ്. നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് അവനെ പിടിക്കണമെങ്കിൽ എന്തെങ്കിലും പണി ഒപ്പിക്കാതെ പറ്റില്ലല്ലോ. ഇനി ആ ഓടക്കുഴൽ ശബ്ദം നമ്മൾ കേൾക്കാൻ പാടില്ല. ആ കുട്ടിക്ക് എന്തായാലും നല്ല ഒരു പണി കിട്ടി. നഗരം മുഴുവനും ശരിക്കിട്ടൊരു പണി കൊടുക്കണം. വരൂ, ഇന്ന് രാത്രി തന്നെ സിറ്റി മുഴുവനും നമുക്ക് തൂത്തുവാരണം. ശ്രദ്ധിക്കേ, ഞാൻ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കേ. ലഡു സിംഗ് സർ, ആ പൈപ്പർ വന്നിട്ട് എല്ലാരെയും മയക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. ചെവിയിൽ ഇയർ പ്ലഗ് വെച്ചിട്ട് വേഗം ഇങ്ങോട്ട് വാ. ഓക്കെ ശിവ. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ എല്ലാം ഫേമസ് ആയത്. ലഡ്ഡു സിംഗ് സാറേ, സാറ് അങ്ങോട്ടായി പോണത്. നമ്മളവനെ പിടിക്കാൻ വേണ്ടിയില്ല അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് സാറ് അവനോടൊപ്പം തന്നെ പോവാണോ?
ബാൽഡു സിംഗ് സാറേ വേഗം ഇങ്ങോട്ട് തിരിച്ചു വാ. എല്ലാവരും അതില് മയങ്ങി പോയിക്കൊണ്ടിരിക്കാണ്. ശിവ അവരെ രക്ഷിക്കാൻ നോക്ക്. ദേവ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ശിവ ആദ്യം പോന്ന കണ്ടോ? ഈ ശിവയെ പിടിച്ച് വേഗം വെള്ളത്തിലേക്ക് വലിച്ചെറിയൂ. ഇല്ല, എന്റെ ഓടക്കുഴൽ. ഇനി നമ്മൾ തമ്മിൽ നേരിട്ട് സംസാരിക്കാം അങ്കിൾ. അല്ല, നമ്മളൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മളെ എല്ലാവരും ഹിപ്നോട്ടിസ് ചെയ്തെന്നാണ് തോന്നുന്നത്. വരൂ, എല്ലാരും ഇവിടുന്ന് രക്ഷപ്പെടെ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, വരൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞേ. ഓടക്കുഴൽ വെള്ളത്തിൽ വീണു, നിങ്ങളുടെ വായനയിൽ നിന്നു. എന്നാ ഇന്ന് നമുക്ക് ഒന്ന് ഫൈറ്റ് ചെയ്താലോ? ആ ചെറുക്കൻ ചിലപ്പോ പൈപ്പർ വല്ലതും ചെയ്ത് കാണും. ഇവനെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അയ്യാ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ഞാൻ താഴെ വീട് ചത്തു പോവേ. എന്നെ ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കൂ. വന്നേ. ഇനി മര്യാദക്ക് നീ കൈ പൊക്കി നിന്നോ. നിന്റെ സമയം നല്ലതാ. ഞാൻ നിന്നോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ വന്നില്ലല്ലോ. ഞാനെങ്ങാനും ഇപ്പൊ വന്നിരുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ആർക്കും അറിയില്ല. എന്നെ രക്ഷിക്കേ. ഞാൻ ദാ പോണേ. ഞാൻ ഈ ആൾക്കാർക്ക് പാര പണിയുന്നവനാ. പക്ഷേ എനിക്കിപ്പോ ഇട്ട് ശരിക്കും പണി തന്നെ നീ തന്നല്ലോടാ ചെറുക്ക. നടുവേദനിച്ചിട്ട് വയ്യേ. എങ്ങോട്ടാ പോകുന്നത് ഓടക്കുഴൽ കണ്ണാ? ഇനിയിപ്പോ നമുക്ക് ജയിലിനകത്ത് ഇരുന്നിട്ട് മരം വെട്ടി അതിന്റെ മീതെ നിനക്ക് തത്ത തയ്യാന്ന് ഡാൻസ് കളിക്കാം. എന്താ സന്തോഷായോ? രാജാക്കുട്ടി, നീ കാരണം എന്റെ ഓടക്കുഴൽ ഇപ്പൊ വെള്ളത്തിൽ പോയി. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ജയിലിലേക്കാണ് പോകാൻ പോകുന്നത്. വരൂ രാജാക്കുട്ടി, ഇനി നിങ്ങൾക്ക് ജയിലിരുന്ന് ബിരിയാണി തിന്നാം. ഓൾ ദ ബെസ്റ്റ്. Watch India's largest kids library only on Jio Hotstar. Download the app now.